എല്ലാവർക്കും ഹോംലി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വെൺ പൊങ്കലാണ് തയ്യാറാക്കുന്നത്. വളരെ പാരമ്പര്യമുള്ള വിശിഷ്ട വിഭവമാണ്. അത് എങ്ങനെ ഇവിടെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ: പച്ചരി 1 കപ്പ്, പാശിപ്പരിപ്പ് 1/2 കപ്പ്, നെയ്യ് മൊത്തത്തിൽ 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. പിന്നെ പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കായം 1/4 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 8-10 എണ്ണം, കറിവേപ്പില, കാഷ്നട്ട് 8-10 എണ്ണം എടുക്കുക. നല്ല രീതിയിൽ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും പാശിപ്പരിപ്പും കഴുകി കുക്കറിലേക്ക് ഇടുക. അതിനുശേഷം 4 കപ്പ് വെള്ളവും ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഇളക്കുക. ഇഞ്ചി, പച്ചമുളക്, കായം ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നതുവരെ മൂടി വെച്ച് വേവിക്കുക. മൂടി തുറന്ന് നോക്കുമ്പോൾ ശരിക്കും വെള്ളം വറ്റി വെന്തതായി കാണാം. ഈ പരുവമാണ് പൊങ്കലിന് വേണ്ടത്. ചെറിയ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം കാഷ്നട്ട്, കുരുമുളക്, ജീരകം, കറിവേപ്പില ഇവിടെ ഇട്ട് വറുത്ത് പൊങ്കലിലേക്ക് ഒഴിക്കുക. ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. എല്ലാവരും കാണാൻ മറക്കരുത്. വെൺ പൊങ്കൽ തയ്യാറായി. ബൗളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റുക. പൊങ്കലിൻ്റെ കൂടെ ഞാനിവിടെ സാമ്പാറാണ് എടുത്തിരിക്കുന്നത്. കഴിയുന്നതും ചൂടോടെ കഴിക്കാൻ നോക്കുക. സ്വാദിഷ്ടമായ നല്ലൊരു വിഭവമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. എല്ലാവരും സേഫായി ഇരിക്കുക.